തൃശൂർ പൂരം കലങ്ങിയതോ അതോ കലക്കിയതോ? ഈ ചോദ്യത്തിന് വ്യക്തമായ ഉത്തരം ജനത്തിന് ലഭിക്കണമെന്നാണ് CPIയുടെ വാദം. ക്രമസമാധാന ചുമതലയുള്ള ADGP MR അജിത് കുമാർ RSS ദേശീയ സെക്രട്ടറി ദത്താത്രേയ ഹൊസബലയുമായി രഹസ്യ കൂടിക്കാഴ്ച നടത്തിയതിനെ രൂക്ഷ ഭാഷയിലാണ് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം വിമർശിക്കുന്നത്. എന്നാൽ CPMനാണെങ്കിൽ നമ്മൾ ഇതൊക്കെ എത്ര കണ്ടതാ എന്ന ഭാവമാണ്. വിഷയം ഗൗരവമായി കാണണമെന്നും CPI നേതൃത്വം ആവശ്യപ്പെടുമ്പോൾ വിഷയത്തെ നിസ്സാരവൽക്കരിക്കുന്ന സമീപനമാണ് CPMന്റേത്. RSS നേതാവുമായി കൂടിക്കാഴ്ച നടത്തിയെന്നത് ADGP അജിത് കുമാർ സമ്മതിച്ചത് സംബന്ധിച്ച ചോദ്യത്തിന് അതുകൊണ്ട് എന്താണെന്നായിരുന്നു CPM സംസ്ഥാന സെക്രട്ടറിയുടെ പ്രതികരണം. കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനത്തിലും ഇതേ രീതിയിലാണ് ഗോവിന്ദൻ പ്രതികരിച്ചത്. ഇതേ പാർട്ടിയാണ് BJP നേതാവിനെ കണ്ട EP ജയരാജനെതിരെ നടപടിയെടുത്തതും LDF കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റിയതും. അജിത് കുമാറിന്റെ കാര്യത്തിൽ എന്താണ് ഒരു സാമട്ട് എന്ന് ചോദിച്ചാൽ നേതാക്കളുടെ ഉത്തരം പലതാണ്. ADGP എവിടെയെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തിനു ഉത്തരവാദിത്തം ഏൽക്കണമെന്നാണ് MV ഗോവിന്ദന്റെ മറുചോദ്യം. ADGP CPM നേതാവ് അല്ലെന്നായിരുന്നു മന്ത്രി MB രാജേഷിന്റെ പ്രതികരണം. തൃശൂർ പൂരം കലക്കുന്നതിനായി മുഖ്യമന്ത്രി അറിഞ്ഞുകൊണ്ടാണ് ADGP RSS നേതൃത്വത്തെ കണ്ടതെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആരോപണം ഉന്നയിച്ചു. ഈ പശ്ചാത്തലത്തിൽ CPI സടകുടഞ്ഞെണീറ്റു. കൂടിക്കാഴ്ച നടത്തിയ വാർത്ത ശരിയാണെങ്കിൽ അത് ഗൗരവമുള്ളതാണെന്ന് തൃശൂരിലെ ഇടത് സ്ഥാനാർത്ഥിയായിരുന്ന VS സുനിൽകുമാർ പറഞ്ഞു. ADGP RSS ജനറൽ സെക്രട്ടറിയെ കണ്ടത് എന്തിനെന്ന് കേരളത്തിന് അറിയാൻ ആകാംക്ഷയുണ്ടെന്നും CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പ്രതികരിച്ചു. RSSന്റെ മേധാവിയുമായി കേരളത്തിന്റെ ക്രമസമാധാന ചുമതലയുള്ള ADGPക്ക് എന്ത് കാര്യങ്ങളാണ് പറയാനുള്ളതെന്നും അദ്ദേഹം ചോദിച്ചു. തൃശൂർ പൂരം കലക്കൽ പോലെയുള്ള കാരണങ്ങൾ ഉണ്ടായ പശ്ചാത്തലത്തിലാണ് താൻ ഈ ചോദ്യം ഉന്നയിക്കുന്നതെന്നതും അദ്ദേഹം വ്യക്തമാക്കി. LDFന് RSSുമായി യാതൊരു ബന്ധവുമില്ല. ഇരു കൂട്ടരും തമ്മിൽ പൊതുവായി ഒന്നുമില്ല. ആശയപരവും രാഷ്ട്രീയവും സൈദ്ധാന്തികവുമായി LDFനും RSSനുമിടയിൽ ഒന്നുമില്ല. LDF ചെലവിൽ ADGP രഹസ്യ കൂടിക്കാഴ്ച നടത്തേണ്ടതില്ലെന്നാണ് ബിനോയ് വിശ്വം പറയുന്നത്. 2023 മെയ് 22-നായിരുന്നു RSS ജനറൽ സെക്രട്ടറിയെ ADGP തൃശൂരിൽ വെച്ച് കണ്ടത്. തൃശൂർ പൂരം അലങ്കോലമാക്കിയതിൽ പോലീസിന്റെ പങ്കിനെ പറ്റി സൂചനകൾ പുറത്തു വരുന്നതിനിടെയാണ് സംഭവം. മുഖ്യമന്ത്രിയുടെ ഓഫീസിന് നൽകിയ വിശദീകരണത്തിൽ സഹപാഠിയുടെ ക്ഷണപ്രകാരം ഹൊസബലയെ കണ്ടിരുന്നുവെന്നും MR അജിത് കുമാർ സമ്മതിച്ചു. പാറമേക്കാവ് വിദ്യാമന്ദിറിൽ RSS ക്യാമ്പിനിടയിൽ നഗരത്തിലെ പഞ്ചതന്ത്ര ഹോട്ടലിലായിരുന്നു സന്ദർശനം. RSSന്റെ പോഷക സംഘടനയായ വിജ്ഞാന ഭാരതിയുടെ മലയാളിയായ ദേശീയ ഭാരവാഹി ഓടിച്ച സ്വകാര്യ കാറിലായിരുന്നു സന്ദർശനം. ഇതേക്കുറിച്ച് സ്പെഷ്യൽ ബ്രാഞ്ച് DGPക്കും ഇന്റലിജൻസ് വിഭാഗത്തിനും അന്ന് തന്നെ റിപ്പോർട്ട് നൽകിയിരുന്നു. എന്നാൽ PV അൻവറിന്റെ അഭിപ്രായം മറ്റൊന്നാണ്. ADGP അജിത് കുമാറും VD സതീശനും തമ്മിൽ കൃത്യമായ ബന്ധമുണ്ട്. RSSുമായി ബന്ധമുണ്ടെന്നത് പ്രപഞ്ച സത്യമാണെന്നാണ് അൻവർ പറയുന്നത്.